പിന്നെ നമ്മൾ ഈ പഠന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഒരു സിലബസിൻ്റെ അത് നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ വലിയൊരു മാറ്റം. ഹെക്സ്-ടോഗിൾ മെത്തേഡ് എന്നുള്ള വലിയൊരു ടെക്നോളജി നമ്മൾ ഒരു 6 ലെവലുകളായിട്ടാണ്. അതായത് ടോഗിൾ സിസ്റ്റം വരിക എന്നുള്ള ഒരു സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്ത് കോഴ്സ് പഠിക്കുകയാണെങ്കിലും നമ്മൾ അതിന്റെ മൊത്തത്തിലുള്ള കാര്യം ആദ്യം തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കും. ഫുള്ളായിട്ട് പഠിക്കണം. ആ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ 4 മാസം 6 മാസം ആണെങ്കിൽ അതിന്റെ ഫുൾ ടെക്നോളജി പഠിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് ട്രെയിനിങ്ങിന് പോകണം. അപ്പോൾ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആള് ലാസ്റ്റ് പഠിച്ച കാര്യമായിരിക്കും ആളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ ഉണ്ടാവുക. ഒരു ഫോണിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിൽ ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള ഇപ്പൊ അതിന്റെ മദർ ബോർഡ് കംപ്ലൈന്റ് ആയ ചിപ്പ് ലെവൽ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഡേഞ്ചർ വലിയൊരു വർക്ക്. ആ വർക്കാണ് ആള് ലാസ്റ്റ് പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ ആള് ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരു രീതിയിലും ട്രെയിനിങ്ങിന് പോണ സ്ഥലത്തൊന്നും ഫോണ് വലിയ വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുമോ? ചെറിയ വർക്കേ കൊടുക്കുമോ? അപ്പോൾ ആള് ചെറിയ വർക്ക് എടുത്ത് പ്രാക്ടീസ് ആകുമ്പോഴത്തേക്ക് പഴയ വർക്കിലേക്കുള്ള സ്കില്ല് കുറഞ്ഞു വരും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഹെക്സ്-ടോഗിൾ മെത്തേഡിൽ 1 മന്ത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് നമ്മൾ ഈ മേഖലന്റെ എങ്ങനെ വന്നത്, മൊബൈൽ ഫോൺ ആരാ കണ്ടുപിടിച്ചത്, അങ്ങനെയുള്ള കുറെ വിഷൻസ് ഇവരെ മൈൻഡിലേക്ക് കൊടുക്കും. അങ്ങനെ ഇവരൊന്ന് ഫ്രീ ആയി 1 മന്ത് കഴിഞ്ഞിട്ട് നേരെ പോണത് 1 മാസം കൊണ്ട് തന്നെ നമ്മുടെ സർവീസ് സെന്ററിലേക്കാണ്. സർവീസ് സെന്ററിൽ പോകുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള സിലബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് അവർ അന്ന് വരുന്ന അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഏത് മൊബൈൽ ഫോണാണ് വന്നത്, ഏതാ ബ്രാൻഡ്, മോഡൽ നമ്പർ, എന്ത് കംപ്ലൈന്റ് ആണ്, സർവീസ് എഞ്ചിനീയർ അത് എന്ത് ചെയ്തിട്ടാണ് അത് റെഡിയാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യും. അത് അങ്ങനെ നോട്ട് ചെയ്യുന്ന സമയത്ത് 1 മന്ത് ശരിക്കും സ്റ്റോറിൽ അറിവിടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ശരിക്കും മാർക്കറ്റിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഫോണിന്റെ കംപ്ലൈന്റ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് തിരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഇതിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഫുള്ള് ഡെമോസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ട്രെയിനിങ് കിറ്റുകളുണ്ട്. മൊബൈൽ ഫോണിൽ വരുന്ന ഓരോ ടെക്നോളജിയും ചെറിയ ചെറിയ രീതിയിലായിരിക്കും ഉണ്ടാവും. നമുക്ക് കാണാൻ പറ്റില്ല, അതിന്റെ തുറന്നു കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുന്നതായിരിക്കും. അതിനെ നമ്മൾ അതിന്റെ വലിയ രീതിയിലുള്ള സാധനം നമ്മൾ ട്രെയിനിങ് കിറ്റായിട്ട് കാണിക്കും. അത് കാണിച്ചിട്ട് അതിലാണ് നമ്മൾ പഠിപ്പിക്കുക. നമ്മൾ അവർക്ക് ടിപ്സ് പറഞ്ഞു പോകും. അതായത് നമ്മളിപ്പോ ഒരു മോഡൽ ഇറങ്ങി, ആ മോഡലിന് എന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലൈൻസ് ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ iPhone 13 Pro ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിലെ ലൈൻസ് വരുന്ന പ്രോബ്ലംസ് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ ഡിസ്പ്ലേയിൽ തന്നെ ഡിസ്പ്ലേ മാറ്റാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നമുക്ക് പല ജുഗാഡ് ചെയ്തിട്ട് ആ ഡിസ്പ്ലേനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതൊരു ടിപ്പാണ്. പക്ഷെ നമ്മളിവിടെ ടിപ്പ് പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിന്റെ നോളജ് കൂടി പഠിപ്പിച്ചു കൊടുക്കും. എന്താണ് അത് വരാനുള്ള കാരണം, എന്തുകൊണ്ടായിരിക്കും. അപ്പോൾ അടുത്തൊരു മോഡലിൽ ഈ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാം, അപ്പം ഇതിനുള്ള ഈ സർക്യൂട്ടിലുള്ള ഇന്ന പ്രശ്നം കൊണ്ടായിരിക്കാം എന്നുള്ള രീതിയിലേക്ക് പുതിയൊരു കംപ്ലൈന്റ് കണ്ടെത്താനും ഈ ടെക്നീഷ്യന് പറ്റും.